ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. നമ്മുടെ ഈ ഒരു ചാനലിൽ ലൈഫിൻ്റെ ഓരോ ഏരിയയും മാറ്റാനുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ടിപ്സും ട്രിക്സും ടൂൾസും ഒക്കെയും ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി വരുന്നൊരു ചോദ്യമാണ്, ഇതിൽ എന്ത് ചെയ്തിട്ടാണ് അയിനത്താൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നതെന്നുള്ളത്. ആ ഒരു പോയിൻ്റാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെയും ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യവും ഷെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ പ്രശ്നമുള്ളത് ആ പ്രശ്നമുള്ള ഏരിയയിൽ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് ഈ 2026 സക്സസ്ഫുൾ ആക്കാനായിട്ട് യൂസ് ചെയ്യാം. അതാണ് ഷെയർ ചെയ്യുന്നത്. എന്തായിരിക്കും ആ ഒരു ഹാബിറ്റ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരുപാട് കാലമായല്ലോ വീഡിയോസ് കാണുന്നു അല്ലേ? കുറേ പേര് 5-8 വർഷമൊക്കെ ആയിട്ടുണ്ട് ചാനൽ കാണാൻ തുടങ്ങിയിട്ട്. അതായത് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ കാണുന്ന ആൾക്കാർ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും ആ ഒരു ഹാബിറ്റ് എന്നുള്ളത്? അതാണ് സെർച്ചിങ് ഫോർ സൊല്യൂഷൻ. എൻ്റെ ലൈഫ് മാറ്റിയൊരു ശീലമാണ് എല്ലാറ്റിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്. സൊല്യൂഷന് വേണ്ടി പരതി നടക്കുക എന്നുള്ളത്. ലൈഫിൽ സ്റ്റക്കായി ഇരിക്കാതെ, അല്ലെങ്കിൽ സ്റ്റക്കായി ഇരിക്കുന്നതിന് പകരം ഓരോന്നിൻ്റെയും സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ലൈഫ് മാറ്റിയിട്ടുള്ള ഹാബിറ്റ്. എല്ലാ ഡ്രാമയും ഒഴിവാക്കിയിട്ട് വെറുതെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നതിന് പകരം എന്നോട് അടുത്തൊരു ചോദ്യം ചോദിക്കുക, ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇത്രത്തോളമായി, അല്ലെങ്കിൽ ഇന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്, ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക? ഈ ഒരു ചോദ്യമാണ് എൻ്റെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കുന്ന, അല്ലെങ്കിൽ ഇനി എന്താണെന്ന് ആലോചിക്കുന്നത് എൻ്റെ ലൈഫിൽ ശരിക്ക് പേടികൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ പേടിയായിട്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പേടി കൂടി അത് നമ്മളങ്ങ് മൂടിക്കളയും അല്ലേ? എന്നാൽ ആ പേടിയുള്ള സംഗതിയിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിലോ, ലൈഫിൽ അത് ഒരു വ്യക്തിയായിരിക്കാം പേടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കാം, എന്തെങ്കിലും ഒരു ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കാം പേടി ഉണ്ടാവുക. അതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേടി ഓവർകം ചെയ്യാനായിട്ട് കഴിയുമല്ലേ? ഇനി എന്ത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ഒരു പ്രശ്നത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലിരിക്കുമ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കവിടെ ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പുതിയ സ്റ്റെപ്പാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് ഒരു കൺട്രോളാണ് അവിടെ കിട്ടുന്നത്. ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് കൺട്രോളാണ് കിട്ടുന്നത്. ഒരു പ്രശ്നമായിട്ട് ഇരിക്കുന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിറക്ഷൻ നമുക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഇനി നെക്സ്റ്റ് എന്ത്? പെട്ടെന്ന് മുൻപിൽ ഒരു വഴി തെളിയാണ് ചെയ്യുന്നത്. ഒരു പാത്ത് അങ്ങനെ പെട്ടെന്ന് നിവർന്നു വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ അധിക ഗ്രൂപ്പുകളിലും കൊടുത്തിട്ടുള്ള ഒരു ടാസ്കും കൂടിയായിരുന്നു ഇത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇത്. നമുക്ക് ഒരുപാട് സംശയങ്ങൾ, കൺഫ്യൂഷൻസ് ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി എഴുതി അതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ലൈഫ് അൺഫോൾഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആങ്സൈറ്റി കുറയും, ക്ലാരിറ്റി കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും, നമ്മുടെ കോൺഫിഡൻസ് കൂടും, നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ മാറും. കാരണം നമ്മൾ സൊല്യൂഷനിലേക്ക് മാത്രമാണ് നോക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റക്ക് ആവുമോ? ഒരിക്കലുമില്ല. എന്ന് വിചാരിച്ച് ലൈഫ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ആവും എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മൾ സൊല്യൂഷനിലേക്ക് മാത്രം നോക്കുമ്പോൾ എല്ലാം മൊത്തത്തിൽ അങ്ങ് ഈസിയായി ഒരു ഡ്രീം ലൈഫിലേക്ക് പെട്ടെന്ന് എത്തും എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്നതിനേക്കാളും 10 ഇരട്ടി വേഗത്തിൽ നമുക്ക് തീർച്ചയായും മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊരു 2 ഇരട്ടി വേഗത്തിലെങ്കിലും പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അത് നിങ്ങൾ 2 ഇരട്ടിയല്ല, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി പ്രശ്നങ്ങൾ എഴുതി അതിൻ്റെ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ 10 ഇരട്ടി വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇത് ഉറപ്പ് തരികയാണ് കേട്ടോ. അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ ഒരു വോയിസ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് ടിപ്സിൻ്റെയും ട്രിക്സിൻ്റെയും കൂട്ടത്തിൽ അതങ്ങ് ഒഴിവാക്കാതിരിക്കുക. ഈ കേട്ട കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കുക. ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2 ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റക്കായിടത്തുനിന്ന് നിങ്ങൾ മൂവ് ആവാനായിട്ട് തുടങ്ങും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.